സംസ്ഥാനത്തെ മുഴുവൻ കൈവശ ഭൂമിക്കും പട്ടയം നൽകുക എന്ന ലക്ഷ്യവുമായി റവന്യൂ വകുപ്പ് രൂപീകരിച്ചിട്ടുള്ള പട്ടയ മിഷന്റെ ഭാഗമായി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ പട്ടയ അസംബ്ലി ഈ മാസം 22-ാം തീയതി ശനിയാഴ്ച രാവിലെ 11 മണിക്ക് മുണ്ടക്കയം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേരുമെന്ന് പൂഞ്ഞാർ എം.എൽ.എ. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അറിയിച്ചു. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിലവിൽ എരുമേലി പഞ്ചായത്തിലെ പമ്പാവാലി, ഏഞ്ചൽ വാലി, പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പതാമ്പുഴ, രാജീവ് ഗാന്ധി നഗർ, ഈരാറ്റുപേട്ട നഗരസഭയിലെ കടപ്ലാക്കൽ ഭാഗം തുടങ്ങിയ പ്രദേശങ്ങളിലെ ഉൾപ്പെടെ ഇതിനോടകം 2500-ലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു. എരുമേലി വടക്ക്, തെക്ക്, കോഴിത്തോട് എന്നീ വില്ലേജുകളിലായി 10,000-ഓളം വരുന്ന ഹിൽമെന്റ്, സെറ്റിൽമെന്റ് പട്ടയം നൽകുന്നതിന് വേണ്ടി മുണ്ടക്കയത്ത് സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ് അനുവദിച്ച് പട്ടയ നടപടികൾ ത്വരിതഗതിയിൽ നടന്നുവരികയാണ്. കൂടാതെ തീക്കോയി, പൂഞ്ഞാർ, നടുഭാഗം തുടങ്ങിയ വില്ലേജുകളിലും നിരവധി പട്ടയ അപേക്ഷകൾ തീർപ്പ് കൽപ്പിച്ച് പട്ടയം നൽകുന്നതിനായി നടപടിക്രമങ്ങൾ നടന്നുവരുന്നുണ്ട്. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കൈവശക്കാർക്കും പട്ടയം നൽകുന്നതിന് ലക്ഷ്യമിട്ടാണ് പട്ടയ അസംബ്ലി വിളിച്ചു ചേർത്തിരിക്കുന്നതെന്നും എം.എൽ.എ. അറിയിച്ചു. തങ്ങളുടെ പ്രദേശങ്ങളിൽ പട്ടയ വിഷയമുള്ള മുഴുവൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും കൂടാതെ പ്രത്യേക പ്രശ്നങ്ങളുള്ള പട്ടയ അപേക്ഷകളും പട്ടയ അസംബ്ലിയിൽ പങ്കെടുത്ത വിഷയം ഉന്നയിക്കണമെന്നും എം.എൽ.എ. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.